സ്ക്രീൻ ഷെയർ ആണോ? Okay. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെവിറ്റ് സ്ട്രക്ചർ സോഫ്റ്റ്വെയറിനെ പറ്റിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ റെവിറ്റ് ആർക്കിടെക്ചർ സോഫ്റ്റ്വെയറിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ ഓരോ കമ്പോണൻസ്, റെവിറ്റിന്റെ ഓരോ കമ്പോണൻസും ടൂൾസും അതൊക്കെ എങ്ങനെ യൂസ് ചെയ്യുന്നു, എങ്ങനെ എഡിറ്റ് ചെയ്യുന്നു, അതൊക്കെ ബേസിക് കാര്യങ്ങൾ റെവിറ്റ് ആർക്കിടെക്ചറിലുണ്ട്. ഇൻ ഡെപ്ത് റെവിറ്റ് ആർക്കിടെക്ചറിൽ നമ്മൾ പോകുന്നില്ല, കാരണം നമ്മൾ മെയിൻലി ഫോക്കസ് ഓൺ സിവിൽ സ്ട്രക്ചർ, എങ്ങനെയാണ് നമുക്ക് സിവിൽ സ്ട്രക്ചർ മോഡൽ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ റെവിറ്റ് ആർക്കിടെക്ചർ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കുറച്ച് വാസ്റ്റ് ടോപ്പിക്കാണ്. പക്ഷെ അതിൽ നമുക്ക് കോമൺ ആയിട്ട് എല്ലാ ടെംപ്ലേറ്റ്സിലും, സോഫ്റ്റ്വെയർ എല്ലാ ടെംപ്ലേറ്റ്സിലും യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു കുറെ ടെംപ്ലേറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ ടെംപ്ലേറ്റ്സിലും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടെംപ്ലേറ്റ്, അതായത് റെവിറ്റ് സ്ട്രക്ചറൽ ടെംപ്ലേറ്റിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ ടെംപ്ലേറ്റ് എടുക്കാനായിട്ട് ന്യൂ മോഡൽസിൽ ന്യൂ എടുക്കുക. ന്യൂ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാ? നമുക്ക് ആർക്കിടെക്ചർ ടെംപ്ലേറ്റ് ആണെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ സ്ട്രക്ചറൽ ടെംപ്ലേറ്റ് ആണെങ്കിൽ എടുക്കുക. ഓക്കെ, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ സിമിലർ ആയിട്ടുള്ള സെയിം വ്യൂ ആണ് നിങ്ങൾ റെവിറ്റ് ആർക്കിടെക്ചറിൽ കാണുന്ന സെയിം വ്യൂ തന്നെയാണ് റെവിറ്റ് സ്ട്രക്ചറൽ ടെംപ്ലേറ്റിലും കാണുന്നത്. ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് ഇവിടെ നമുക്ക് സ്ട്രക്ചറൽ പ്ലാൻ, മറ്റേതിൽ ഫ്ലോർ പ്ലാൻ, സീലിംഗ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ സ്ട്രക്ചറൽ പ്ലാൻ, 3D വ്യൂ, അനലിറ്റിക്കൽ മോഡൽ എന്നൊക്കെ പറഞ്ഞ് കുറെ കാണുന്നുണ്ട്. ബാക്കിയെല്ലാം സെയിം ആണ്. എലിവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതും ബാക്കി വ്യൂ എല്ലാം സെയിം ആണ്. ഇതിൽ എക്സ്ട്രാ വന്നത് ഇത് രണ്ടും മാത്രമാണ്, സ്ട്രക്ചറൽ പ്ലാൻ ആൻഡ് ആർക്കിടെക്ചർ. അതിന്റെ അകത്ത് അനലിറ്റിക്കൽ മോഡൽ അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് സ്ട്രക്ചറൽ പ്ലാൻ നമ്മൾ സ്ട്രക്ചറൽ കമ്പോണൻസ് ആണ് നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ വഴി മോഡൽ ചെയ്യുന്നത്. അപ്പോൾ സ്ട്രക്ചറൽ കമ്പോണൻസിൽ നമുക്ക് 3D വ്യൂ നമുക്ക് കിട്ടും. ഓക്കെ, ബീം കോളത്തിന്റെ 3D എല്ലാം നമുക്ക് കിട്ടും, റീബാർ 3D എല്ലാം കിട്ടും. ഇനി അനലിറ്റിക്കൽ ഈ ഒരു മോഡൽ, ഇത് നമുക്ക് പല മോഡൽ 3D വ്യൂസ് അനലിറ്റിക്കൽ മോഡലുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാല് നമുക്ക് മോഡലിംഗ് ആയിട്ട് നമുക്ക് റെവിറ്റ് സ്ട്രക്ചർ സോഫ്റ്റ്വെയർ ടെംപ്ലേറ്റ് യൂസ് ചെയ്യാം. മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ റെവിറ്റ് സ്ട്രക്ചർ ടെംപ്ലേറ്റ് നമുക്ക് അനാലിസിസും കൂടി ചെയ്യാം. അനാലിസിസ് ചെയ്ത് നമുക്കത് അനാലിസിസ് ഇൻ ക്ലൗഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നമുക്ക് റെവിറ്റിൽ തന്നെ അനാലിസിസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു അനാലിസിസ് ടൂളിലേക്ക് നമുക്ക് മോഡൽ, ഫസ്റ്റ് ഓഫ് ഓൾ മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു അനാലിസിസ് സോഫ്റ്റ്വെയറിലേക്ക് നമുക്ക് ഇതിനെ നമ്മൾ മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യും. ആ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അനലിറ്റിക്കൽ മോഡലാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് അനലിറ്റിക്കൽ മോഡൽ എന്താണെന്നറിയോ? അനലിറ്റിക്കൽ മോഡൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ലൈൻ ഡയഗ്രാം ആണ്. അതായത് ഇപ്പൊ നിങ്ങൾ എത്രാമത്തെ സെമിസ്റ്ററാ? അതായത് ഇൻ ഡെപ്ത് പറയണമെന്നാണ്. അനലിറ്റിക്കൽ മോഡൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ എന്നാണ്. സ്ട്രക്ചറൽ അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടോ? ഏത് സെമിസ്റ്റർ ആണ്? ഹലോ, ആരെങ്കിലും? ക്രിസ്ത്യൻ, ഏത് സെമിസ്റ്റർ നിങ്ങൾ? സെയിം ക്ലാസ് ആണോ? ഓക്കെ ഓക്കെ, അപ്പൊ എന്താന്ന് ഞാൻ കൂടുതൽ സ്ട്രക്ചറൽ അനാലിറ്റിക്കൽ മോഡൽ എന്താന്ന് ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ആ അനാലിറ്റിക്കൽ മോഡൽ ലൈൻ ഡയഗ്രാം, അതായത് ബീം കോളത്തിന്റെ ലൈൻ ഡയഗ്രാം നമുക്ക് കിട്ടുമല്ലോ. അപ്പം നമുക്ക് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ലോഡ് ബീം ടു സ്ലാബ് ടു ബീം, ബീം ടു കോളം, കോളം ടു ഫുട്ടിംഗ്, ദെൻ ടു സോയിൽ, അങ്ങനെയാണ് ആ പാറ്റേൺ, ലോഡ് ട്രാൻസ്ഫറിങ് പാറ്റേൺ നടക്കുന്നത്. അപ്പം അനാലിറ്റിക്കൽ മോഡൽ മാത്രം മതി നമുക്കൊരു അനാലിസിസ് ചെയ്ത് അതിൽ റിസൾട്ട് എല്ലാം കിട്ടാനായിട്ട്. ഓക്കെ, പക്ഷെ അനാലിറ്റിക്കൽ മോഡലെല്ലാം പ്രോപ്പർലി കണക്റ്റഡ് ആയിരിക്കണം. ബീം, കോളം, ജംഗ്ഷൻസ്, നോട്ട്സ് എല്ലാം പ്രോപ്പർലി കണക്റ്റഡ് ആയിരിക്കണം. നിങ്ങൾക്ക് സ്റ്റാറ്റ് സോഫ്റ്റ്വെയറിനെ പറ്റി അറിയാം. അതിൽ ലൈൻ ഡയഗ്രാംസ്, അത് അനാലിറ്റിക്കൽ മോഡൽ വെച്ചിട്ടാണ് നമ്മൾ അതിനെ മോഡൽ ചെയ്യുന്നത്, അനാലിസിസ് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? നോട്ട്സ് ഉണ്ട്. അങ്ങനെ ലൈൻ ഡയഗ്രാമാണ് നമ്മൾ മോഡൽ ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് അതിന് 3D നമുക്ക് എക്സ്ട്രൂഡഡ് ഇമേജ് ജസ്റ്റ് വ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് എടുക്കാം. ഇതിലെന്ന് പറയുമ്പോൾ നമ്മളൊരു 3D വരയ്ക്കുമ്പോൾ തന്നെ
ഓട്ടോമാറ്റിക്കായിട്ട് അനലിറ്റിക്കൽ മോഡൽ തന്നെ ക്രിയേറ്റ് ചെയ്യണം. അപ്പം നമ്മൾ സെപ്പറേറ്റ് വേറെ അനലിറ്റിക്കൽ മോഡൽ വരയ്ക്കണം. പിന്നെ മാത്രമല്ല 3D വ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിവിറ്റ് ആർക്കിടെക്ചറിൽ നിന്ന് കുറേ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞു. നമ്മൾ ഏത് മെറ്റീരിയലാണ് കൊടുക്കുന്ന അതിന്റെ തന്നെ വ്യൂ നമുക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രേ കാര്യങ്ങളുള്ളൂ. പിന്നെ ചെറിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് എലിവേഷൻസ് നിങ്ങൾ കണ്ടായിരുന്നു. പിന്നെ എല്ലാം യൂണിറ്റ് സെറ്റ് ചെയ്യുക, എലിവേഷൻ സെറ്റ് ചെയ്യുക, അങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ ബേസിക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം നമ്മളൊരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ ഓക്കെ, ഇതിൽ എലിവേഷൻസിൽ നിങ്ങൾ റെവിറ്റ് ആർക്കിടെക്ചറിൽ ലെവൽ 1 ചെന്നിട്ടാണ് വാള് വരച്ചത്. കാരണം വാളിന്റെ ബേസ് എവിടെയാണ് വരുന്നത്, ആ ലെവലിൽ ചെന്നിട്ടാണ് വാൾ വരച്ചത് അല്ലേ. പ്ലാൻ വ്യൂ, ഫ്ലോർ പ്ലാൻ വ്യൂ, ഇത് സ്ട്രക്ചർ പ്ലാൻ ആണ്, മറ്റേതിൽ ഫ്ലോർ പ്ലാൻ എന്നായിരുന്നു ടോപ്പിക്. അതില് ലെവൽ 1 ചെന്നിട്ടാണ് നമ്മൾ വാൾ വരയ്ക്കുക. അപ്പൊ ആ വാള് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് മേളിൽ വരെ നമ്മൾ അൺകണക്റ്റഡ് ഹൈറ്റ് വെച്ചിട്ട് ഹൈറ്റ് ആയിരിക്കും ആദ്യം വരുന്നത്. അത് കറക്റ്റ് ചെയ്ത് നമ്മൾ കറക്റ്റ് ലെവലിൽ തന്നെ ബേസ് ടോപ്പ് കൺസ്ട്രെയിൻ കൊടുക്കുക ചെയ്യുന്നത് ഇതില്. പക്ഷെ റെവിറ്റ് സ്ട്രക്ചറിൽ നമുക്കിപ്പം ഒരു ബീം വരയ്ക്കണമെങ്കിൽ ആ ബീമിന്റെ ടോപ്പ് സർഫസ് ഏത് ഫ്ലോറിലാണ് കോയിൻസൈഡ് ചെയ്യേണ്ടത്, ആ ഫ്ലോറിൽ നമ്മൾ ഇതിന്റെ ലെവൽ നമ്മൾ ഫ്ലോറായിട്ട് നമ്മൾ റീനെയിം ചെയ്യും. അപ്പം ഏത് ലെവലിലാണ് കോയിൻസൈഡ് ചെയ്യേണ്ടത് ആ ബീമിന്റെ ടോപ്പ്, അത് ആ ലെവലിൽ വെച്ചിട്ട് വേണം നമ്മൾ ബീം വരയ്ക്കാനായിട്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനൊരു പ്ലിന്ത് ബീം വരയ്ക്കുകയാണ്. പ്ലിന്ത് ബീം വരയ്ക്കുമ്പോൾ ഞാൻ ലെവൽ 1 ചെന്നിട്ട് ഒരു പ്ലിന്ത് ബീം വരയ്ക്കുകയാണ്. അപ്പൊ അതെങ്ങനെ വരും നോക്കാം. ഇപ്പൊ ബീം വരയ്ക്കുന്നത് ഇനി നമ്മൾ റെവിറ്റ് ആർക്കിടെക്ചർ ഈ ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, നമ്മൾ സ്ട്രക്ചറൽ ടൂൾസ് ആണ് നമ്മൾ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിലെ ബീം വരയ്ക്കാനായിട്ട് സ്ട്രക്ചറിൽ ബീം എടുക്കുക. ബൈ ഡിഫോൾട്ട് ഇതൊരു സ്റ്റീൽ ബീംസ്, നമുക്ക് സ്റ്റീലും സ്ട്രക്ചേഴ്സും കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സും നമുക്ക് ഇതിൽ ഈ ഒരു സോഫ്റ്റ്വെയറിൽ നമുക്ക് മോഡൽ ചെയ്യാൻ പറ്റും. അപ്പം സ്റ്റീൽ സ്ട്രക്ചേഴ്സ് നമുക്ക് പല സെക്ഷൻസ്, ഇപ്പോൾ ബൈ ഡിഫോൾട്ട് ഇനി ഇത്രയാണ് ഉള്ളത്, നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഞാനൊരു കോൺക്രീറ്റ് ബീം വരയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ ഡയമെൻഷൻസ് എഡിറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് കാണിക്കാം ആ ലെവലിൽ എങ്ങനെയാ അത് വരുന്നതാണ്. ഓക്കെ, നമ്മൾ നേരത്തെ വോൾ വരച്ച പോലെ ഒരു സിംഗിൾ ലൈൻ വെച്ച് നമുക്ക് ബീം വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഈ കേർവ്ഡ് ബീംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ വരച്ചു കൊടുക്കാം. അത് കറക്റ്റ് ആയിട്ട് കേർവ്ഡ് ബീംസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വരയ്ക്കാം. അങ്ങനെ നമുക്ക് പല മെത്തേഡ് ഉണ്ട്. പിക്ക് ലൈൻസ് വെച്ചിട്ട് ഓഫ്സെറ്റ് ചെയ്തിട്ട് നമുക്ക് ബീം വരയ്ക്കാം. അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് പോകാം. അതിൽ നമുക്ക് ഡിസ്റ്റൻസ് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ബീം വരയ്ക്കുമ്പോൾ അതിന്റെ ടാഗ് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ ടാഗ് ഓഫ് ചെയ്യാം, VG ചെന്നിട്ട് ടാഗ് ഓഫ് ചെയ്യാം. ഓക്കെ, VG എന്താ, വിസിബിലിറ്റി ഗ്രാഫിക്സ് എന്താന്ന് കഴിഞ്ഞ റെവിറ്റ് ആർക്കിടെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ലെവൽ 1 ചെന്നിട്ട് ഇത്രയും ബീംസ് വരച്ചു. ഇനി അത് 3D നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അതില് റിയലിസ്റ്റിക് ഇട്ട കറക്റ്റ് ആ കോൺക്രീറ്റ് സ്ട്രക്ചർ എങ്ങനെയാണ് അത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് ഏത് ലെവലിലാണ് വന്നതെന്ന് അറിയാനായിട്ട് ഏതെങ്കിലും ലെവലിൽ പോവാം. കണ്ടോ, ലെവൽ 1 ചെന്ന് ആ ബീമിന് ടോപ്പ് കൺസ്ട്രെയിൻ. അപ്പൊ നമ്മളിത് പ്ലിന്ത് ബീമായിട്ട് നമുക്ക് അങ്ങനെ മോഡൽ ചെയ്യാം. ലെവൽ 1 പറഞ്ഞതെല്ലാം പ്ലിന്ത് ബീം എന്ന് പറയുന്ന നിർബന്ധമില്ല, ഓരോ പ്രൊജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ ലെവൽ 1 വരുന്നത് ബേസ്മെന്റ് ഫ്ലോർ ആണ്. ഇനി അടുത്ത താഴത്തോട്ട് ബിലോ ദ ഗ്രൗണ്ട് ലെവലാണ് നമ്മൾ അടുത്ത ഫ്ലോറിലേക്ക് ഒരു പ്ലിന്ത് ബീം കൊടുക്കുക. അതിന്റെ ബേസ്മെന്റിന്റെ റാഫ്റ്റർ ടോപ്പ് കൊടുക്കണമെങ്കിൽ വേറെ ലെവല് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ നമുക്ക് മോഡൽ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കുക ഏത് കമ്പോണന്റ് ആണ് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ കമ്പോണന്റ് ടോപ്പ് കൺസ്ട്രെയിൻ എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുക. ഇപ്പൊ ഫസ്റ്റ് ഫ്ലോർ പ്ലാനിലാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ പ്ലാനിന്റെ FFE ചെന്നിട്ട് ഫ്ലോറിലല്ലേ ആ ബീം വരുന്നത്, അങ്ങനെ കൊടുക്കാം. പിന്നെ കോളംസും ഇങ്ങനെ തന്നെ ഈ ഒരു സെയിം കൺസെപ്റ്റ് തന്നെ, കോളത്തിന്റെ ടോപ്പ് എവിടെയാണ് വരേണ്ടത്, എല്ലാം ഈ സെയിം കൺസെപ്റ്റ് തന്നെയാണ് റെവിറ്റ് സ്ട്രക്ചറിൽ വരുന്നത്. ലെവൽ 1 ചെന്നിട്ട് ഞാനൊരു കോളം പ്ലേസ് ചെയ്യാണ്. കോളം പ്ലേസ് ചെയ്യാനായിട്ട് സ്ട്രക്ചറിൽ കോളം എടുക്കാം. ഇപ്പൊ ബൈ ഡിഫോൾട്ട് നേരത്തെ നമ്മൾ കണ്ട പോലെ സ്റ്റീൽ ബീംസ് ആണ് ഫസ്റ്റ് വന്നത്. അത് നമുക്ക് മാറ്റി ഇതിൽ സ്റ്റീൽ കോളംസ് വന്നു, അത് മാറ്റി കോൺക്രീറ്റ് കോളം ജസ്റ്റ് ഇവിടെ പ്ലേസ് ചെയ്യണം. ഓക്കെ, പ്ലേസ് ചെയ്യുമ്പോൾ 3D നോക്കുമ്പോൾ നമുക്കൊരു കോൺക്രീറ്റ് കോളം കാണാൻ പറ്റും. ഇതിപ്പം ലെവലിൽ ചെന്ന് നോക്കുമ്പോൾ ലെവൽ 1, ഞാൻ ലെവൽ 1 ചെന്നിട്ടാണ് കോൺക്രീറ്റ് കോളം വരച്ചത്. അത് ഇങ്ങനെ ഇവിടെ കാണാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ പെഡസ്റ്റൽ കോളം ആയിട്ടൊക്കെ എടുക്കാം. ഇതിന്റെ കോളം ഹൈറ്റ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി.
ഓക്കെ, അപ്പൊ നോർമൽ കോളം വരയ്ക്കണമെങ്കിൽ എനിക്ക് ഈ ഫ്ലോറിൽ വരയ്ക്കണമെങ്കിൽ ലെവൽ 2 ചെന്നിട്ട് വേണം വരയ്ക്കാനായിട്ട്. ഒരു ജസ്റ്റ് ഒരു കോളം റഫായിട്ട് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ അത് വരണേന്ന് വെച്ചാൽ എങ്ങനെ വരണേന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഉണ്ടോ? ഇതിന്റെ ലെവലിൽ നിങ്ങൾ നോക്കുക. ഞാൻ ലെവൽ 1 വെച്ച് വരച്ചപ്പോ ഇതിപ്പോ 3D ലെവൽസ് ഓൺ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ലെവൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ലെവൽ 1 ഇത് കറക്റ്റ് വ്യൂവിൽ എടുക്കുകയാണെങ്കിൽ കണ്ടോ, ലെവൽ 1 ചെന്ന് ഞാൻ ബീം ഫസ്റ്റ് ഞാൻ ഇങ്ങനെ വരച്ചപ്പോൾ ഇങ്ങനെ വന്നു. ലെവൽ 2 വന്നപ്പോൾ അതിന്റെ ടോപ്പ് കൺസ്ട്രെയിൻ ബോട്ട് ഇതുപോലെ വന്നു. ഇതിന്റെ ബേസ് നമുക്ക് കറക്റ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റ് ചെയ്യാം. ബേസ് കൺസ്ട്രെയിൻ ഏത് ലെവലിലാണ് അതിന്റെ ബേസ് ടച്ച് ചെയ്യേണ്ടതെന്ന് ഇവിടെ ചോദിക്കും. ടോപ്പ് കൺസ്ട്രെയിൻ ഏത് ലെവലാണ് അതിന്റെ ടോപ്പ് വരേണ്ടത്. വേണമെങ്കിൽ നമുക്ക് ഓഫ്സെറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് മേലേക്ക് ഓഫ്സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇപ്പൊ ഇതിന്റെ ബേസ് കൺസ്ട്രെയിൻ കറക്റ്റ് ചെയ്യണം. ബേസ് കൺസ്ട്രെയിൻ ഇസ് ടു ലെവൽ 1 ആൻഡ് ഇതിന് ഓഫ്സെറ്റ് നമ്മൾ പറയുന്നില്ല, ജസ്റ്റ് 0 കൊടുക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ആ ലെവലിൽ വന്ന് നിൽക്കും. ഒന്നെങ്കിൽ നമുക്ക് വരയ്ക്കണേ മുന്നേ ഇത് കറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വരച്ചതിന് ശേഷം 3Dയിലോ അല്ലെങ്കിൽ അത് വരയ്ക്കണേ മുന്നേ എടുക്കണായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. അപ്ലൈ കറക്റ്റ് ഇതിന്റെ മേലിലൊക്കെ വരണം, കാരണം ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നതുണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ബീം കോളം കാണിച്ചു. ഇപ്പം ഞാൻ ഇതില് ഈ ഒരു ബീമിൻ ഞാൻ കോളം പ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കോളം അപ്പുറം ഇപ്പുറം ഓഫ്സെറ്റ് ചെയ്ത്. പ്രാക്ടിക്കലി ഇങ്ങനെ ആയിരിക്കില്ലല്ലോ വരുന്നത്. ഇപ്പൊ ഔട്ടർ ബീംസ് ഒരു ബിൽഡിങ്ങിന്റെ പെരിഫറൽ ബീംസ് വരുമ്പോൾ നമുക്ക് അതിന്റെ കോളംസ് ചില ബിൽഡിങ്ങിൽ പ്രൊജക്ട് ചെയ്തിരിക്കുന്നതാണ്, ചിലത് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഇതിൽ നമ്മൾ റെവിറ്റ് സ്ട്രക്ചറിൽ നമ്മൾ മോഡൽ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ കോളത്തിന്റെ സെന്ററും ബീമിന്റെ സെന്ററും തമ്മിൽ കോയിൻസൈഡ് ചെയ്യണം. അതായത് ഞാനിപ്പം ഒരു വ്യൂ ഓൺ ചെയ്യണം. ഇതാണ് അനാലിറ്റിക്കൽ വ്യൂ. ഇവിടെയാണ് ആ ടൂള് വരുന്നത്. ഇതിപ്പോ ഓഫ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓൺ ചെയ്യാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഓൺ ചെയ്യും. ഇത് അനാലിറ്റിക്കൽ ലൈൻ ഡയഗ്രാം ആണ്. ഇപ്പൊ ഈ കോളത്തിന്റെ സെന്റർ ആണ് ഇത്. ഈ രണ്ട് കോളത്തിന്റെ സെന്റർ ബീമിന്റെ സെന്റർ ലൈനാണ് ഇത്. അപ്പൊ ഇതിങ്ങനെ എപ്പോഴും കോയിൻസൈഡ് ചെയ്യും. ഇപ്പൊ സപ്പോസ് ഇതിപ്പോ കോയിൻസൈഡ് ചെയ്ത് ഞാൻ ഇങ്ങനെ വരച്ചു, കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തു എന്ന് വിചാരിക്കാം. അതായത് ഇങ്ങനെ ഈ ഫേസ് ഇതിപ്പോ എക്സ്റ്റീരിയർ ഫേസ് ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഫേസ് ചെയ്തു എന്ന് വിചാരിക്കാം. ശരിക്കും ബൈ മോഡലിംഗ് പർപ്പസ് ഇത് കറക്റ്റ് ആണ്. പക്ഷേ ഈ ഞാൻ ഇപ്പൊ മൂവ് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, അനലിറ്റിക്കൽ ലൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ നമ്മളിത് ഇത് അനാലിസിസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അനാലിറ്റിക്കൽ സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ ഇത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് ലോ ട്രാൻസ്ഫർ നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് സെന്റർ വെച്ചിട്ട് എപ്പോഴും മോഡൽ ചെയ്യണം എന്ന് പറഞ്ഞത്. അനാലിറ്റിക്കലിന് വേണ്ടി അനാലിസിസിന് വേണ്ടി നമ്മൾ ഈ ഒരു മോഡൽ യൂസ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് അതിലേക്ക് മൂവ് ഓൺ ചെയ്യാം. ഇപ്പൊ ബീം വെക്കുന്നതും കോളം വെക്കുന്നതും പഠിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ അറിയാൻ പറ്റിയ ആർക്കിടെക്ചറൽ റിയലിസ്റ്റിക്കൽ വ്യൂ, ഇപ്പൊ ഇത് പ്ലാൻ വ്യൂ അങ്ങനെ കാണില്ല. റിയലിസ്റ്റിക്കൽ വ്യൂ ആണ് ഇത്. കറക്റ്റ് കോൺക്രീറ്റ് സർഫേസ് വ്യൂ ആണ് വരുന്നത്. പിന്നെ നമുക്ക് എപ്പോഴും ഇതിൽ വ്യൂവിൽ തന്നെ വർക്ക് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് പല വ്യൂവും നമുക്ക് കിട്ടും. ഇതിൽ എഡ്ജസ് നമുക്ക് വർക്ക് ചെയ്യാൻ ഏത് എളുപ്പം. കുറച്ച് റീബാർ ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഈ വ്യൂ ആണ് കുറച്ചും കൂടി നല്ലത്, റീബാർ വ്യൂ ചെയ്യാനും അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ ഏത് വ്യൂ ആ കൺവീനിയന്റ് ആ ഒരു വ്യൂവിലേക്ക് നിങ്ങൾക്ക് എടുക്കുന്നത്. ഹിഡൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് അതിന്റെ ഒരു കളറില്ലാത്തൊരു ഇമേജ്. പിന്നെ വയർ ഫ്രെയിം നമുക്ക് എല്ലാ എഡ്ജസും വെർട്ടെക്സും കാണാൻ പറ്റും. ഇത്രയും മൈന്യൂട്ട് ആയിട്ട് കാണണമെങ്കിൽ ഈ വയർ ഫ്രെയിം ഓൺ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാതെ ഇവിടെ അനലിറ്റിക്കൽ ലൈൻ ഡയഗ്രാം ഇവിടെ കാണാൻ പറ്റും, അനലിറ്റിക്കൽ മോഡൽ ഇവിടെ കാണാൻ പറ്റും. എനിക്ക് ഇതിൽ 3D ജസ്റ്റ് തൽക്കാലം ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം. അത് ഇവിടുത്തെ ഐക്കണിൽ തന്നെ ഹൈഡ് അനലിറ്റിക്കൽ മോഡൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ അത് ഓഫ് ആയിട്ടുണ്ടാവും 3D വ്യൂവിൽ. അത് പ്രസന്റ് ആയിട്ടുണ്ടാവും. പ്രസന്റിൽ അവിടെ അങ്ങനെ ഒരു മോഡൽ ഉണ്ട്. നമ്മളിത് എക്സ്പോർട്ട് ചെയ്താലും മോഡൽ ഉണ്ടാവും.
പക്ഷെ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കത് തൽക്കാലം ഓഫ് ചെയ്തിടാം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ ഓഫ് ചെയ്യുക ഓൺ ചെയ്യുക അങ്ങനെ ചെക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഓൺ ചെയ്യുക അങ്ങനെ നമുക്കതെങ്ങനെ ലൈൻ ഡയഗ്രാം ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എവിടെയെങ്കിലും ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം. ഇനി ഫുട്ടിങ് കൊടുക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഇപ്പൊ ബീം കോളം ഒരു മിനിറ്റ്. ഓക്കെ, ഇനി ഫുട്ടിങ് കൊടുക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. തൽക്കാലം ഡിലീറ്റ്. അപ്പൊ ഞാൻ ഇതിലേക്ക് ഫുട്ടിങ് ആഡ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫുട്ടിങ്ങിന്റെ ടോപ്പ് എവിടെയാ വരേണ്ടത്? ലെവൽ 1ന്റെ അവിടെയാണ് ഫുട്ടിങ്ങിന്റെ ടോപ്പ് വരേണ്ടത്. ഓക്കെ, അതായത് ഈ കറക്റ്റ് ബേസിൽ വന്ന് നിൽക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ലെവൽ 1 ചെല്ലോ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കോളത്തിന്റെ ആ ഒരു വ്യൂ ആണ് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നത്. ഇതിന് നമുക്ക് കോൺക്രീറ്റിന്റെ ആ ഒരു ഹാച്ചസ് കറക്റ്റ് ആയിട്ട് വ്യൂ ചെയ്യാനായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഫുട്ടിങ് ആഡ് ചെയ്യാനായിട്ട് സ്ട്രക്ചറിൽ ചെന്നിട്ട് ഇവിടെ ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പല ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ഇവിടെ അവൈലബിൾ ആണ്. ഐസൊലേറ്റഡ് ഫുട്ടിങ്, അതായത് നമുക്ക് ഐസൊലേറ്റഡ് സ്ലോപ്ഡ് ആവാം, സ്റ്റെപ്ഡ് ആവാം അങ്ങനെ. പിന്നെ വാൾ ഫുട്ടിങ്, അതായത് നിങ്ങൾക്ക് വാൾ ഫുട്ടിങ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, അത് കൊടുക്കാം. പിന്നെ സ്ലാബ്, നമുക്ക് ഫൗണ്ടേഷൻ സ്ലാബ് എന്ന് പറഞ്ഞാൽ റാഫ്റ്റ് സ്ലാബ് ആയിട്ട് നമുക്ക് കൊടുക്കാം. പിന്നെ സ്ലാബ് വിത്ത് എഡ്ജ് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഓക്കെ, ഇപ്പം ഇതിന്റെ മേലെ വരുന്ന വെക്കുമ്പോൾ അതിന്റെ പ്രിവ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പൊ ഐസൊലേറ്റഡ് ഫുട്ടിങ് കൊടുക്കാനായിട്ട് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പം ബൈ ഡിഫോൾട്ട് ഇങ്ങനെ ഒരു റെക്ടാംഗിൾ ഫുട്ടിങ് ആയിരിക്കും. നമുക്ക് അതിന്റെ ഡയമെൻഷൻസ് ഒക്കെ നമുക്ക് പിന്നീട് എഡിറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ അതായിരിക്കും പറയുന്നത്. ഡയമെൻഷൻസ് എഡിറ്റ് ചെയ്യാൻ നിങ്ങൾ കഴിഞ്ഞ ഏകദേശം സെയിം ആണ്, കുറച്ചും കൂടി സിംപ്ലർ ആണെന്നുള്ളൂ. അപ്പം ഈ ഒരു ഡയമെൻഷനുള്ള ഫുട്ടിങ് ആണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഫുട്ടിങ് എടുത്തിട്ട് ഡയമെൻഷൻ കറക്റ്റ് ചെയ്തിട്ട് ഇവിടെ മിഡ് പോയിന്റിൽ വെക്കുക. എപ്പോഴും നമ്മൾ മിഡ് പോയിന്റിൽ വെക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് ഇതിന്റെ ഓറിയന്റേഷൻ മാറ്റണം. ഇപ്പം തിരിച്ചു വെക്കണമെങ്കിൽ എങ്ങനെയാ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡോറ് തിരിച്ചു വെച്ചതൊക്കെ ഇങ്ങനെയില്ലേ, അതായത് സെലക്ട് ചെയ്തിട്ട് കീബോർഡിൽ സ്പേസ് ബാർ അടിച്ചാൽ മതി. അപ്പം അതിന്റെ ഓറിയന്റേഷൻ നമുക്ക് മാറ്റാൻ പറ്റും. ഇതിന്റെ ഫുട്ടിങ്ങിന്റെ മാത്രമല്ല, കോളത്തിന്റെ ഓറിയന്റേഷൻ നമുക്ക് മാറ്റാം. ഇതിപ്പോ ഫുട്ടിങ് ഇങ്ങനെ വെച്ചു, കോളം ഇങ്ങനെയല്ല ഇങ്ങനെ വെക്കാം. ഓക്കെ, അനലിറ്റിക്കൽ മോഡൽ ഒന്നും സംഭവിക്കില്ല. ആ സെന്റർ വെച്ചിട്ട് തന്നെ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ കാര്യം ശ്രദ്ധിക്കുക, കുഴപ്പമില്ല. വൺസ് നമ്മൾ പ്ലേസ് ചെയ്തിട്ട് അതിന്റെ ഓറിയന്റേഷൻ കറക്റ്റ് ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇതാ 3D ഇങ്ങനെ നിൽക്കും. ഇപ്പൊ കറക്റ്റ് ആയിട്ട് പഴയ പോലെ വെക്കാനായിട്ട് സെലക്ട് ചെയ്യുക. എൻ്റർ, കീബോർഡിൽ എൻ്റർ കൊടുക്കാൻ സെലക്ട് ചെയ്യുക. ഇങ്ങനെ പഴയ പോലെ വെക്കാം. ഇപ്പൊ ഞാൻ 3D മാറ്റി, കറസ്പോണ്ടിങ് പ്ലാൻ വ്യൂവിലും മാറ്റി. അതാണ് റെവിറ്റ് സോഫ്റ്റ്വെയറിന്റെ, ഏത് ടെംപ്ലേറ്റ് ആണെങ്കിലും റെവിറ്റ് സോഫ്റ്റ്വെയറിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വ്യൂവില് ഏതെങ്കിലും ഒരു കമ്പോണന്റിന്റെ ഓറിയന്റേഷനോ പ്രോപ്പർട്ടീസോ എന്ത് വേണമെങ്കിലും നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ 3D കമ്പോണൻസ് 3D വ്യൂസ് എല്ലാം എഡിറ്റ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് പ്ലാൻ വ്യൂസ് എലിവേഷൻസ് എല്ലായിടത്തും അത് അപ്ഡേറ്റ് ആവും. ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് പോയിട്ട് കറക്റ്റ് ചെയ്യണം എന്നില്ല. ഓക്കെ, പക്ഷേ 2D ആയിട്ടുള്ള, അതായത് ടെക്സ്റ്റ്, മൾട്ടി ലീഡർ, പിന്നെ ടാഗ്, അതൊക്കെ 2D ഉള്ളത് ആ പെർട്ടിക്കുലർ വ്യൂവിൽ മാത്രമേ വരുള്ളൂ. എഡിറ്റ് ചെയ്താൽ അതിൽ മാത്രമേ എഡിറ്റ് ആവുള്ളൂ, എല്ലായിടത്തും എഡിറ്റ് ആവില്ല. അപ്പൊ ആ ഒരു ചേഞ്ചസ് ഉണ്ട്. ഓക്കെ, 3D വെക്കുമ്പോൾ ഇങ്ങനെ. ഇപ്പൊ നമുക്ക് ഒരു സ്ലോപ്ഡ് ഫുട്ടിങ് വേണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫാമിലി ക്രിയേഷൻ പറഞ്ഞായിരുന്നു. അതായത് ഇപ്പൊ പുതിയ ഡോറ്, ഇപ്പൊ സോഫ, അതൊക്കെ നമുക്ക് പുതിയ മോഡലിൽ നമുക്ക് ഇതിലുള്ളതല്ലാതെ നമ്മുടെ രീതിയിൽ നമുക്ക് അതിനെ മോഡൽ ചെയ്തെടുക്കാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അത് റെവിറ്റ് ഫാമിലി ചെന്നിട്ട് അവിടെ വെച്ചിട്ട് മോഡൽ ചെയ്തിട്ട് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇത് പണ്ടെപ്പോഴും ഇത് ഈ സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ട് നേരത്തെ ആരോ ഫാമിലി ഈ ഒരു ഐസൊലേറ്റഡ് ഫുട്ടിംഗ് എന്ന് പറഞ്ഞൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്തിട്ട് ഇതില്, അതുകൊണ്ടാണ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതില്ലെങ്കിൽ ഇതിപ്പോ ഇതിന്റെ ഫയൽ ഡിലീറ്റ് ആക്കിയാൽ അത് ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. ഓക്കെ,
അപ്പം അതുപോലെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത കുട്ടിങ്സ്, അതായത് ചിലപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, നെറ്റിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതെല്ലാം നെറ്റിൽ കിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രോജക്റ്റിൽ വേറെ രീതിയിൽ അത് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യണമെന്നെങ്കിൽ നമ്മൾ വിത്ത് ഫാമിലീസ് എന്നിട്ട് അത് മോഡൽ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് ഫൗണ്ടേഷൻ കാറ്റഗറി ചെന്ന് മോഡൽ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് ഫൗണ്ടേഷൻ കാറ്റഗറി വഴി ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് പല വിൻഡോസും ഡോർസും നിങ്ങൾ കണ്ടു. അതങ്ങനെ ഫാമിലി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ആ പെർട്ടിക്കുലർ കാറ്റഗറി വഴിയാണ് ഇമ്പോർട്ട് ചെയ്തത്. അപ്പൊ ഞാൻ ഡോർ എടുത്തിട്ട് ലോഡ് ഫാമിലി, അതിന്റെ ലോഡ് ഫാമിലീസ് എന്നിട്ട് വിൻഡോസ് എടുത്താൽ അത് ഇമ്പോർട്ട് ആവില്ല. കാരണം ഡോർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ലോഡ് ഫാമിലി ആണെങ്കിൽ അതിന്റെ തന്നെ ഫോൾഡറിൽ ചെന്നിട്ട് വേണം അത് തന്നെ ഇമ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ വിൻഡോസ് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് വിൻഡോസ് എടുത്തിട്ട് അതിന്റെ ലോഡ് ഫാമിലി ചെന്നിട്ട് വിൻഡോസ് എടുക്കണം. നമുക്ക് എല്ലാം കാണാനൊക്കെ പറ്റും, പക്ഷെ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അത് എറർ കാണിക്കും. അപ്പൊ അതുകൊണ്ട് എന്തിന്റെയാണോ ഇത് ഇമ്പോർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യേണ്ടത് ആ കാറ്റഗറി തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കും. ആ കാറ്റഗറി മീൻസ് അതിന്റെ ലോഡ് ഫാമിലി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഫൗണ്ടേഷനിൽ ലോഡ് ഫാമിലി പോവുകയാണെങ്കിൽ എഡിറ്റ് ടൈപ്പ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം, ലോഡ് എടുക്കുക. ഇത് നമുക്ക് എല്ലാം ഉണ്ട്, ഡോർ വിൻഡോ അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഫൗണ്ടേഷൻ, സ്ട്രക്ചറൽ ഫൗണ്ടേഷൻ ആണ് ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതെടുക്കുക. അപ്പൊ നമുക്ക് ഇത്രയും ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻസ് അവൈലബിൾ ആണ് ബൈ ഡിഫോൾട്ട്. ഓക്കെ, ഇങ്ങനത്തെ ഒരു ഫൗണ്ടേഷൻ ആണെങ്കിൽ അതെടുക്കുക, ഓപ്പൺ കൊടുക്കുക. ജസ്റ്റ് അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് അത് മറ്റേതിന് റീപ്ലേസ് ആവില്ല. ഓക്കെ കൊടുക്കാം. ഓക്കെ, ആ ഫൗണ്ടേഷൻ ഇതാ അതിങ്ങനെ ഇത് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. പക്ഷെ ഈ കോളത്തിന് പറ്റിയ ഫൗണ്ടേഷൻ ഇല്ല, ഇത് ഞാൻ ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്ത് കാണിച്ചതാണ്. ഞാൻ അത് സെലക്ട് ചെയ്തിട്ടാണ് ലോഡ് ഫാമിലി, അപ്പൊ അതാണ് റീപ്ലേസ് ചെയ്ത് വന്നത്. പക്ഷേ പ്രോപ്പർട്ടി മാറില്ല, അതിന് പകരം ഇത് വരും, അങ്ങനത്തെ രീതിയിൽ. അപ്പൊ അതല്ല പുതിയത്, ഇത് അല്ലാതെ വേറൊരു ഫൗണ്ടേഷൻ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഇതെടുക്കുക, ഫൗണ്ടേഷൻ എടുക്കുക. അത് വേണമെങ്കിൽ നമുക്ക് ലോഡ് ഫാമിലീസ് എന്നിട്ട് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ, ഇപ്പോൾ പൈൽ ഫൗണ്ടേഷൻ വിത്ത് ഡബിൾ പൈൽ ക്യാപ്പ് ഉള്ള ഒരു ഫൗണ്ടേഷൻ എടുക്കണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിന് പ്ലേസ് ചെയ്യാം. 3D നമുക്ക് എവിടെ വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം, പക്ഷെ കറക്റ്റ് ലെവൽ വരില്ല. അപ്പൊ അതുകൊണ്ട് ലെവലിൽ ചെന്നിട്ട് വേണം പ്ലേസ് ചെയ്യാനായിട്ട്. ഇതിവിടെ അല്ല വരേണ്ടത്, ഇത് കുറച്ച് താഴെ ഇവിടെ ആയിട്ടല്ല വരേണ്ടത്. അപ്പൊ അത് ലെവൽ കറക്റ്റ് ചെയ്യാം. എനിക്ക് ഇവിടെ കറക്റ്റ് ചെയ്യാം. അത് ഞാൻ ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്ത് കാണിച്ചു തന്നുള്ളൂ. ഓക്കെ, ഇനി പ്രോപ്പർട്ടീസ് എങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കാം. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പം ഡിസ്കസ് ചെയ്ത പോലെ ഏതെങ്കിലും ഒരു കോളം അല്ലെങ്കിൽ ബീം സെലക്ട് ചെയ്യുക, എന്നിട്ട് ഏതെങ്കിലും ഒരു കമ്പോണന്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് എഡിറ്റ് അതിന്റെ പ്രോപ്പർട്ടീസിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ എഡിറ്റ് ടൈപ്പ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. അപ്പം C1 എന്ന കോളത്തിന് പേര് കൊടുത്തു. C1 200/400 എന്ന് സൈസ് ഉള്ള ഒരു കോളം എനിക്ക് വേണം. അതിന്റെ ഡയമെൻഷൻ എനിക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ബൈ ഡിഫോൾട്ട് ഇത് 300/450 ആണ്. ഇങ്ങനത്തെ ഡയമെൻഷൻ വേണമെങ്കിൽ അത് റീനെയിം ചെയ്തിട്ടിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ റീനെയിം ചെയ്യുക. അപ്പം അതിന്റെ ഡയമെൻഷൻസ് മാറിയില്ല, മാറ്റണമെങ്കിൽ ഇവിടെ വന്ന് മാറ്റണം. അപ്പൊ ഇത് 200/400 കോളം ഡയമെൻഷൻ നമ്മൾ എൻ്റർ ചെയ്തു, ജസ്റ്റ് ഓക്കെ കൊടുത്തു. അത് സെലക്ട് ചെയ്ത് കറക്റ്റ് ചെയ്തുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ മാറിയത്. ഇതിൽ സെന്ററിലൊന്നും പറ്റില്ല. പിന്നെ എനിക്ക് ഈ കോളം തന്നെ എനിക്ക് ഇവിടെയും വേണമെങ്കിൽ ഇത് വേറെ സൈസ് അല്ലേ, ഇത് നമ്മൾ 300/450 ഇനീഷ്യൽ സൈസ്. അപ്പൊ ഇത് വീണ്ടും ലോഡ് ഫാമിലി പോകണമെന്നില്ല, നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇങ്ങോട്ടേക്ക് ലോഡ് ചെയ്തിട്ട് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇതെടുക്കുക, മീൻസ് ഈ ഒരു കോളം സെലക്ട് ചെയ്യുക, പ്രോപ്പർട്ടീസിൽ ചെല്ലുന്നിട്ട് ഇവിടെ നമ്മൾ ഓൾറെഡി നമ്മൾ ഇമ്പോർട്ട് ചെയ്തതുകൊണ്ട് ഇവിടെ C1 ലോഡ് ചെയ്തുകൊണ്ട് ഇവിടെ C1 ഓൾറെഡി ഉണ്ടാവും. ജസ്റ്റ് സെലക്ട് ചെയ്താൽ മതി, അപ്പൊ അത് മാറിക്കോളും. ഇവിടെ ഇല്ലാത്ത, ഈ ലിസ്റ്റിൽ ഇല്ലാത്തതാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നതും ലോഡ് ചെയ്യുന്നതൊക്കെ എല്ലാം. ഈ ബീം എനിക്ക് 200/400 ബീം വേണം, പക്ഷെ ഇവിടെ ഇല്ല. അപ്പൊ ആ ബീം സെലക്ട് ചെയ്യുക, എഡിറ്റ് ടൈപ്പിൽ പോവുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, B1 200/400 കറക്റ്റ് പേര് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. 200/400 ഓക്കെ കൊടുക്കുമ്പോൾ അതിന്റെ ബീം ശരിയായിട്ടുണ്ട്. പിന്നെ
ഈ പ്രോജക്റ്റിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് പറയാണ് ലെവൽ കറക്റ്റ്, അല്ലെങ്കിൽ നമ്മൾ അറിയാണ് ലെവൽ, നമ്മൾ മിസ്റ്റേക്ക് കണ്ടുപിടിക്കുകയാണ്. ലെവൽ ഹൈറ്റ്, അതായത് ഫ്ലോർ ടു ഫ്ലോർ ഹൈറ്റ് 3 മീറ്റർ ആണ്, 4 മീറ്റർ അല്ല എന്ന് അറിയാണ്. നമ്മൾ വരച്ചപ്പം അല്ല സോറി 3 മീറ്റർ അല്ല 2.5 മീറ്റർ ആണെന്ന് വിചാരിക്കാം. നമുക്കിപ്പോൾ ഒരു ബേസ്മെന്റ് ഫ്ലോർ ആണെങ്കിൽ 2.5 മീറ്റർ ആണ് ഇതെന്ന് നമ്മൾ അറിയാണ്. നമ്മൾ അറിയേണ്ട, പക്ഷെ 3 മീറ്റർ കൊടുത്തു പോയി. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റും. ഇത് സെലക്ട് ചെയ്തിട്ട് ലെവൽ ഹൈറ്റ് 2500 അത് കൊടുത്താൽ അത് മാറും. കറസ്പോണ്ടിങ് ചേഞ്ച് ഇവിടെയും സംഭവിക്കും. ആ കറക്റ്റ് ഇതിൽ ലോക്ക് ആയേക്കും. അപ്പൊ നമ്മൾ ഈ ലെവലിൽ എന്ത് ചെയ്താലും അതിനനുസരിച്ച് ഇതിന്റെ ടോപ്പ് കൺസ്ട്രെയിന്റ് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾ സെപ്പറേറ്റ് വേറെ കോളത്തിന്റെ ഹൈറ്റും ബീമിന്റെ പ്ലേസ്മെന്റും ഒന്നും വേറെ വേറെ മാറ്റേണ്ടതില്ല. അതാണ് റെവിറ്റിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മോഡലിനൊന്നും സംഭവിക്കില്ല. ഹൈറ്റ് അഡ്ജസ്റ്റ്. ഇനി ഫുട്ടിങ്ങിന്റെ സൈസ് കറക്റ്റ് ആക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ഫുട്ടിങ് സെലക്ട് ചെയ്യുക, എഡിറ്റ് ടൈപ്പിൽ പോവാം, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, F1 ഒരു 1 മീറ്റർ ബൈ 1.5 മീറ്റർ ഉള്ളൊരു ഫുട്ടിങ് കൊടുക്കാനാണ്. തിക്നെസ് നമുക്ക് ഫോർമാറ്റ് അല്ലെങ്കിൽ എഡിറ്റിംഗ് എഡിറ്റ് ചെയ്യാം. ഇത് 1 മീറ്റർ ആക്കാം. ഇത് 1.5 കൊടുക്കാം. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. തിക്നെസ് വേണമെങ്കിൽ നമുക്ക് 30 ആക്കാം. അത് വേണമെങ്കിൽ അതും ചേഞ്ച് ചെയ്യാം. 3 തിക്നെസ്സും കറക്റ്റ് ചെയ്യാം. ഇനി ഇത് ഇവിടെ അതേപോലെ ശരിയാക്കണമെങ്കിൽ ഇത് സെലക്ട് ചെയ്തിട്ട് ആ പെർട്ടിക്കുലർ ഫുട്ടിങ് ഇവിടെ ഓൾറെഡി ഉണ്ടാവും. F1 സിങ്ക്. ഓക്കെ, നമുക്കെന്നാ ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സ്ലാബ് കൊടുക്കുന്നതും റൂഫ് കൊടുക്കുന്നതും